മാന്യ സദസ്സിന് നമസ്കാരം. സ്ത്രീ അവലയല്ല, പ്രതികരണ ശിശുയുടെ മൂർത്ത രൂപമാണ്. ഈ അഴിച്ചിട്ട മുടിയുമായി ദ്രൗപദിയെ പോലെ എന്റെ മെക്കാലവും എല്ലാ പുരുഷാധികാരത്തിന്റെയും എല്ലാ അധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ കാത്തിരിക്കുന്നു. അവസാനത്തെ ദുശാസനനും അവസാനിക്കും വരെ. സ്ത്രീ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ചരിത്രങ്ങളിൽ, ഭൂമിയിൽ, എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ. 12 അഷ്ടൈശ്വര്യങ്ങളും അതുല്യ പരാക്രമികളുമായ സഹോദരങ്ങളെ, ചൂതുകളിൽ നഷ്ടമായ പാണ്ഡവകുലജാതനായ യുധിഷ്ഠിര, നിനക്ക് ഇവരെ വീണ്ടെടുക്കണ്ടേ? പണയം വയ്ക്കാൻ ഇനിയും ഉണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി. ഈ ശകുനി ഒരിക്കൽ കൂടി ചൂതുകളിയുടെ മാന്ത്രിക വിദ്യകൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. 12 നടക്ക് നടക്ക്. കൃഷ്ണ ഭഗവാനെ, കൗരവ രാജധാനിയിലെ കണ്ണുമൂടി കിട്ടിയ സദാചാര ബോധത്തിന് മുന്നിൽ വിലാലമ്മയായ സ്ത്രീ അപമാനിതേക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുശാസന, നിന്റെ ഹൃദയരക്തത്തിൽ കൈമുക്കി എന്റെ അഴിഞ്ഞു വീണ ഈ കാർക്കുന്തൽ കെട്ടിവെക്കുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. അമ്മേ ദേവിയെ, കല്യാണം നടക്കി വെക്കണം. എങ്കിലേ ഭിത്തിപിടി കുത്തിയിരിക്കുള്ളൂ. ഒരു സ്ത്രീയുടെ ശരീരം ചേർത്ത് വെച്ച് ഭിത്തി പിടിക്കണം. അമ്മേ ദേവിയെ, അമ്മേ ദേവിയെ, അമ്മേ ദേവിയെ. നിങ്ങൾ ആരും കരയണ്ട. ദാസകൽപ്പന ധിക്കരിക്കാൻ നമ്മൾക്കാവില്ലല്ലോ. എന്നെ ചേർത്ത് ഭിത്തിപ്പെടുത്തോളൂ. പക്ഷേ എന്റെ കുഞ്ഞു കരയുമ്പോൾ എനിക്കവനെ വാരിയെടുത്ത് മുലയൂട്ടണം. എന്റെ മാറിടോ ഇരു കൈകളും മാത്രം മൂടരുത് തമ്പുരാക്കന്മാരെ. മാമം കാട്ടി പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന കാമരൂപിണി, നിന്റെ മൂക്കും മാറിടോ ഞാൻ അടഞ്ഞു വീഴുന്നു. ഞാനും ഒരു പെണ്ണല്ലേ, പ്രണയിക്കാനും പുരുഷത്തെ ജീവിക്കാനും ഒരു കുഞ്ഞിനെ നിന്ന് പ്രസവിച്ച് മുലയൂട്ടാൻ ഞാനും ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? രാമ, പുരുഷാധികാരത്തിന്, പുരുഷകീർത്തിന്റെ, പുരുഷയുക്തിക്ക് മുന്നിൽ ഒരു കാട്ടുപെണ്ണിന്റെ നിസ്സഹായത, മാതൃത്വം നിഷേധിക്കപ്പെട്ട കാട്ടാള നീതി. 1-2 ദിവസമല്ല, 40 ദിവസം എന്റെ പൊന്നുമോളെ കാണാതെ, അവൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ അനുഭവിച്ച വേദന അറിയോ നിങ്ങൾക്ക്? ഒടുവിൽ 41-ാം ദിവസം കീറിപ്പറഞ്ഞ പഴുന്തുണി പോലെ എന്റെ മോളെത്തിയപ്പോൾ, മോളെ, എന്റെ പൊന്നു മോളെ, എന്തെങ്കിലും ഒന്ന് അമ്മയോട് പറയടി. അതിജീവനോടെയാണെങ്കിൽ എനിക്ക് എന്റെ പൊന്നു മോളെ തിരികെ കിട്ടിയല്ലോ. ഏതെങ്കിലും ഒരു ഓടയിൽ ചീർത്ത മുന്തി കിടന്നില്ലല്ലോ എന്റെ കുട്ടി. എങ്ങും എല്ലായിടവും അവരുണ്ട്. റോഡുകളിൽ, ഉച്ചയടി പാതകളിൽ, വിദ്യാലയങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ. എന്താ വേണ്ടേ? എനിക്ക് കുന്ന വേണോ? അയ്യോ, എന്നൊന്നും ചെയ്യരുത്, ഞാനൊരു പാവോ, എന്നൊന്നും ചെയ്യരുത്. சத்தம் போடாதடி, இங்க உன்னை காப்பாத்துறதுக்கு யாருமே இல்ல. இந்த கம்பார்ட்மெண்ட்டுக்கும் இதுக்கப்புறம் யாருமே இல்ல. வாடி, என்ன செய்யறது? ஒரு பாவம், என்ன செய்யறது? ஒரு பாவம். அம்மே, മോളെ, 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 കണ്ണൂർന്ന് അമ്മയെ നോക്കടി. മോളെ, മോളെ, എന്റെ മോളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തല്ലോ. എന്തിനാ, എന്തിനാ ഈശ്വര സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ദുരിതം? ഞങ്ങൾ സ്ത്രീകൾ നിങ്ങൾക്ക് അമ്മയല്ലേ?
മകളല്ലേ, പെങ്ങളല്ലേ? എന്തേ എന്തേ നിങ്ങളത് മറന്നു പോകുന്നു? എന്തേ നിങ്ങളത് മറന്നു പോകുന്നു? എന്തേ നിങ്ങളത് മറന്നു പോകുന്നു? അന്നും ഇന്നും ഒന്നുപോലെയല്ല. വേട്ടനായ്ക്കളുടെ പല്ലിൽ നിന്ന് വിണ്ടുകീറിയ നെഞ്ചുമായി അവൾ ഉയർത്തി നിൽക്കും. പുരുഷാധികാരത്തിന്റെ ഭരണ സമസ്യകൾ തിരുത്തി കുറിക്കാൻ. നന്ദി, നമസ്കാരം.